പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം അവിടെ ഇപ്രകാരം പറയുന്നു: അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. യേശു ക്രിസ്തുവിൽ യേശുവിൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. യേശുവിൻ്റെ രക്തം സകല പാപത്തെയും മോചിക്കുന്ന രക്തമാണ്. ഏത് പാപിക്കും യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരാം. ചിലപ്പോൾ വിചാരിച്ചേക്കാം, ഇത്രയധികം പാപം ചെയ്തിട്ടുണ്ട്, എന്നാൽ എങ്ങനെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കും എന്ന് ചിന്തിച്ചേക്കാം. ഞാൻ ഉറപ്പോട് പറയാം, ഏത് വ്യക്തിക്കും യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. യേശു സ്നേഹമാണ്. തീർച്ചയായിട്ടും നമുക്ക് യേശുവിൽ ആശ്രയിക്കാൻ പറ്റും. നാം പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പാപമോചനത്തിനായിട്ട് യേശു യാഗമായി തീർന്നു. നമ്മൾ ഓരോരുത്തരെയും തെറ്റുകളുടെ വലിപ്പം നോക്കിയിട്ടല്ല യേശു മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും. നമ്മുടെ തെറ്റുകൾ ഏതു തന്നെയായാലും വചനം പറയുന്നു, നിന്റെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും. എഫേസ്യർ 2:4 പറയുന്നു, കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ യേശു ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. യേശു നമ്മെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് വചനം പറയുന്നു, മഹാസ്നേഹം. ഒരു താൽക്കാലിക സ്നേഹമല്ല യേശുവിന് നമ്മോടുള്ളത്. യേശു നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു. മറ്റാരെക്കാളും യേശു നമ്മെ സ്നേഹിച്ചു. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നു എന്ന് പറയുന്ന മറ്റാരെക്കാട്ടിലും യേശു നമ്മെ സ്നേഹിച്ചു. യേശുവിന് നമ്മോടുള്ള സ്നേഹം തൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിൻ്റെ സകല പാപത്തെയും വഹിച്ചുകൊണ്ടാണ് യേശു ക്രൂശിൽ കയറിയത്. പാപം ചെയ്യാത്ത യേശു പാപത്തെ ചുമന്നു. നാം ചെയ്യാത്ത കുറ്റങ്ങൾ നാം ഏറ്റെടുക്കുവാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ യേശു ചെയ്തത്, താൻ ചെയ്യാത്ത സകല പാപവും താൻ തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. എന്തിനാണെന്നറിയാമോ? നമ്മെ വിശുദ്ധരാക്കുവാൻ. എഫേസ്യർ എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം പറയുന്നു, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്, നമ്മെ വിശുദ്ധ ജനമായി നിർത്തേണ്ടതിന്, വിശുദ്ധ ഒരു കൂട്ടമായി നമ്മെ നിർത്തേണ്ടതിന് യേശു നമ്മളിലുള്ള സകല പാപത്തെയും വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഇനിയും പാപമോചനത്തിനായിട്ട് നമുക്ക് വേറൊരു കർമ്മത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ പാപമോചനത്തിനായിട്ട് യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുക. ആ നിമിഷം നാം വിശുദ്ധരായി മാറും. സകല ജനത്തെയും വിശുദ്ധരാക്കുവാൻ വേണ്ടിയാണ് യേശു ക്രൂശിന്മേൽ കയറിയത്. കുറച്ചാൾക്കാരെ മാത്രമല്ല, സകല ജനത്തെയും, ഏത് വ്യക്തിക്കും, ഏത് തെറ്റുകാരനും യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് യേശുവേ എന്ന് വിളിക്കുന്ന ആ നിമിഷം വിശുദ്ധനായി മാറും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? യേശുവേ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പറയുന്ന ആ നിമിഷം പാപി വിശുദ്ധനായി മാറും. അത് യേശുവിൻ്റെ രക്തത്തിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുവിൻ്റെ രക്തത്തിൽ പാപമോചനമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആ നിമിഷം തന്നെ നീതീകരണം ലഭിക്കുകയാണ്. പിന്നെ കുറ്റക്കാരനല്ല, പിന്നെ പാപിയല്ല, നീതീകരണം ലഭിക്കുകയാണ്. ആയതിനാൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളാരെങ്കിലും യേശു ക്രിസ്തുവിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ ഞാൻ വിളിക്കുകയാണ്, കടന്നുവാ, ദൈവരാജ്യത്തിലേക്ക് കടന്നുവാ, യേശുവിലേക്ക് കടന്നുവാ. യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന നിമിഷം മുതൽ ഒരു ജയകരമായ ജീവിതം നമുക്ക് ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കും. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നത് ഈ ഭൂമിയിൽ ഒരു ജയകരമായ ഒരു ജീവിതം മാത്രം നയിക്കുവാനല്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും ഈ ലോകത്തിൽ ഒരു ജയകരമായ ജീവിതമുണ്ട്. എന്നാൽ അതുമാത്രമല്ല, ഒരു നിത്യജീവനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലിനുണ്ട്. ഹല്ലേലൂയ. ഒന്ന് പറയാം, കർത്താവേ, ഞാൻ ഏൽപ്പിച്ചു തരിക, ഈ ലോകത്തിൽ ഒരു ജയകരമായ ജീവിതം നൽകണം. എന്നാൽ അതുമാത്രമല്ല, നിത്യജീവൻ്റെ അവകാശിയാക്കി തീർക്കണം. അതിന് അങ്ങയുടെ രക്തം അവൈലബിൾ ആണ്. അങ്ങിൽ ആശ്രയിക്കുന്ന നിമിഷം തന്നെ എൻ്റെ സകല പാപത്തെയും മാറ്റുവാൻ കഴിവുള്ള വിലയേറിയ രക്തമാണ്
അങ്ങയുടെ രക്തമെന്ന് വിശ്വസിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാമോ? പിതാവേ, ഇന്ന് വചനം കേട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വായിച്ചതുപോലെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഒരു വീണ്ടെടുപ്പ്, സകലത്തിൽ നിന്നൊരു വീണ്ടെടുപ്പ്. ഇന്ന് രോഗത്തിലാണെങ്കിൽ ആരെങ്കിലും ഈ വചനം രോഗത്തോടെ കേൾക്കുന്നുണ്ടെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്നൊരു വീണ്ടെടുപ്പുണ്ടാകട്ടെ, ശാപത്തിൻ്റെ അവസ്ഥയിൽ നിന്നൊരു വീണ്ടെടുപ്പുണ്ടാകട്ടെ, ദാരിദ്ര്യത്തിൽ നിന്നൊരു വീണ്ടെടുപ്പുണ്ടാകട്ടെ, തകർച്ചയിൽ നിന്നൊരു വീണ്ടെടുപ്പുണ്ടാകട്ടെ. ഓ ഹാലൽ, യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതവസ്ഥയിലാണോ തകർന്നിരിക്കുന്നത് അവസ്ഥയിൽ നിന്ന് ഒരു എഴുന്നേൽപ്പുണ്ടാകട്ടെ. ഈ ഒരു എഴുന്നേൽപ്പ് അവരുടെ ജീവിതത്തിൽ ഒരു തുടക്കമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് വചനം കേട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയുന്നത് ഇത് ഒരു തുടക്കമാണ്. നിത്യജീവൻ്റെയും അവകാശിയാക്കി മാറ്റി എന്നതിൻ്റെ ഒരു അടയാളമായി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എഴുന്നേൽപ്പുണ്ടാകും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ മാത്രമല്ല ജയകരമായൊരു ജീവിതവും നിത്യജീവൻ്റെ അവകാശിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനടയാളമായി ഈ ലോകത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നുണ്ടോ? യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം, യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് വിടുതലുണ്ടോ? ഉറപ്പിച്ചോ? നിത്യജീവൻ്റെ അവകാശിയാക്കി മാറ്റിയിരിക്കുകയാണ്. ആമേൻ, ആമേൻ. പിന്നെയും പഴയതിലേക്ക് പോകരുത്. യേശു ക്രിസ്തുവിൽ തന്നെ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ.